Hello all, I am Dr. Arvind SG, Assistant Professor, Department of English, Sri Narayana Guru Open University. In this session, I'll be introducing the topic Reviewing Literature, which is taken from the University Core course Foundational Skills for Research and Writing. Welcome you all. So, before going into the topic, I'll give you an overall view of how this session will be or what all things I'll be introducing in this session. So first of all, we'll be discussing literature review. Then after that, we'll move on to the different types of literature review. After that, we'll discuss primary and secondary resources. And last, convergence and divergence in research. With this, we'll end up this session. So let's get into the topic. So literature review. What is a literature review? Literature review എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? So it is a comprehensive examination of books, scholarly articles and other relevant sources that pertain to a specific issue, research area or theory. സോ ലിറ്ററേച്ചർ റിവ്യൂ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു സമഗ്രമായ ഒരു പരിശോധനയാണ്. എന്തിൻ്റെ? നമ്മൾ സെലക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള പ്രൈമറി മെറ്റീരിയൽസ് ആയ ബുക്സ്, സ്കോളർലി ആയിട്ടുള്ള ലേഖനങ്ങൾ, അതർ റിലവൻറ്റ് റിസോഴ്സസ് ദാറ്റ് പെർട്ടൈൻ ടു എ സ്പെസിഫിക് ഇഷ്യൂ, നമ്മുടെ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ട് റിലേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള മെറ്റീരിയൽസ്, ടെക്സ്റ്റ്, അതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരു സമഗ്രമായ ഒരു പരിശോധനയാണ് ലിറ്ററേച്ചർ റിവ്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് ലിറ്ററേച്ചർ റിവ്യൂവിന്റെ ഫംഗ്ഷൻ? ടു പ്രൊവൈഡ് ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ, സമ്മറി ആൻഡ് ക്രിട്ടിക്കൽ അനാലിസിസ്. സോ ഒരു ലിറ്ററേച്ചർ റിവ്യൂ അതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന ടോപ്പിക്കിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വിശകലനം, വിശദമായ ഒരു വിശകലനം നൽകുക, അതിന്റെ ഒരു സംഗ്രഹം നൽകുക, അതിനെ ക്രിട്ടിക്കലായിട്ട് അനാലിസിസ്, അതിന്റെ ഒരു പരിശോധന നടത്തുക എന്നതൊക്കെയാണ് ലിറ്ററേച്ചർ റിവ്യൂ കൊണ്ട് അതിന്റെ ഒരു ഫംഗ്ഷൻ ആയിട്ട് കണക്കാക്കപ്പെടുന്നത്. പിന്നെ എന്താണ് ലിറ്ററേച്ചർ റിവ്യൂവിൽ സംഭവിക്കുന്നത്? വി ക്യാൻ ഐഡന്റിഫൈ gaps in existing research. So literature review is like a guiding light, right? നമുക്ക് മുന്നേ സഞ്ചരിച്ചു പോയവർ ഒഴിവാക്കി പോയ അല്ലെങ്കിൽ വിട്ടുപോയ ഗ്യാപ്പുകൾ, റിസർച്ച് ഏരിയയിലെ ഗ്യാപ്പുകൾ നമുക്ക് ലിറ്ററേച്ചർ റിവ്യൂ ചെയ്യുന്നത് വഴി കണ്ടുപിടിക്കാൻ സാധിക്കും. അതുകൊണ്ട് എന്ത് സംഭവിക്കും? വി ക്യാൻ ഹൈലൈറ്റ് ഏരിയാസ് ദാറ്റ് റിക്വയർ ഫർദർ എക്സ്പ്ലോറേഷൻ. അങ്ങനെ വിട്ടുപോയ ഗ്യാപ്പുകൾ നമുക്ക് ഹൈലൈറ്റ് ചെയ്യാനും അതിൻ്റെ പുതിയ പുതിയ റിസർച്ച് സാധ്യതകൾ എക്സ്പ്ലോർ ചെയ്യുവാനും നമുക്ക് ഈ ഒരു ലിറ്ററേച്ചർ റിവ്യൂ ചെയ്യുന്നത് വഴി സാധിക്കുകയും അത് നമുക്ക് റിസർച്ചിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും പലതരത്തിൽ അതിനെ അഡ്വാൻസ് ചെയ്യിക്കുന്നതിനുമായിട്ട് നമുക്ക് ലിറ്ററേച്ചർ റിവ്യൂ ചെയ്യുന്നത് വഴി സഹായകമാകുന്നു. അടുത്തതായിട്ട് നമുക്ക് കണ്ടന്റ്സ് ഓഫ് എ ലിറ്ററേച്ചർ റിവ്യൂ. എന്തൊക്കെയാണ് ഒരു ലിറ്ററേച്ചർ റിവ്യൂവിൽ അടങ്ങേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. ആദ്യമായി സമ്മറി ഓഫ് ദ ടോപ്പിക്, പ്രോബ്ലം ഓർ തിയറി ബീങ് ഇൻവെസ്റ്റിഗേറ്റഡ്. രണ്ടാമതായി ഗോൾസ് ഓഫ് ദ റിസർച്ച്. പിന്നെ ഇറ്റ് ഷുഡ് ബി ഓർഗനൈസ്ഡ് ഇൻ ടു തീംസ് ഓർ കാറ്റഗറീസ്. ഡിസ്ക്രൈബ് സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ് ബിറ്റ്വീൻ ഈച്ച് വർക്ക്. Derive conclusions to the arguments or viewpoints. So ഒരു ലിറ്ററേച്ചർ റിവ്യൂവിൽ എന്തൊക്കെയാണ് ഉണ്ടായിരിക്കേണ്ടത്? It should contain a summary of the topic. നമ്മൾ ചെയ്യുന്ന റിസർച്ച് ഏരിയയെ കുറിച്ചുള്ള ഒരു സംഗ്രഹം, അല്ലെങ്കിൽ അതിന് എന്താണ് നമ്മുടെ ഇഷ്യൂ, നമ്മുടെ ടോപ്പിക്കിന്റെ ഇഷ്യൂ അല്ലെങ്കിൽ നമ്മുടെ ഹൈപ്പോത്തിസിസ് or തിയറി ബീങ് ഇൻവെസ്റ്റിഗേറ്റഡ്, അതിനെക്കുറിച്ചൊക്കെ ഉള്ള ഒരു സമ്മറി നമ്മൾ ലിറ്ററേച്ചർ റിവ്യൂവിൽ പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ എന്താണ് ഗോൾസ് ഓഫ് ദ റിസർച്ച് അല്ലെങ്കിൽ എയിംസ് ഓഫ് ദ റിസർച്ച്. നമ്മുടെ ഈ റിസർച്ച് കൊണ്ട്, ഒരു സ്കോളർ ചെയ്യുന്ന റിസർച്ച് കൊണ്ട് എന്താണ് ആ സ്കോളറുടെ എയിം അല്ലെങ്കിൽ ഗോൾ എന്നുള്ളത് നമ്മൾ ലിറ്ററേച്ചർ റിവ്യൂവിൽ മെൻഷൻ ചെയ്ത് പോകണം. സോ ഇറ്റ് ഷുഡ് ബി ഓർഗനൈസ്ഡ് ഇൻ ടു തീംസ് ഓർ കാറ്റഗറീസ്. അത് ലിറ്ററേച്ചർ റിവ്യൂവിൽ നമ്മൾ ചെയ്യുന്ന റിസർച്ചിന്റെ ഡിഫറെന്റ് ഏരിയാസ്
എന്തൊക്കെയാണ് ഡീൽ ചെയ്യുന്നത്, അതിനെ ഒരു തീമിന്റെ അല്ലെങ്കിൽ ഒരു കാറ്റഗറി ബേസ് ചെയ്ത് നമ്മൾ അത് ഓർഗനൈസ് ചെയ്യേണ്ടതായിരിക്കുന്നു. പിന്നെ എന്താണ്, ഡിസ്ക്രൈബ് സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ് ബിറ്റ്വീൻ ഈച്ച് വർക്ക്. നമ്മൾ റെഫറൻസ് ചെയ്യുമ്പോഴത്തേക്കും ഒത്തിരി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വർക്ക്സ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യപ്പെടാം ഒരു പർട്ടിക്കുലർ റിസർച്ച് ഏരിയയിൽ. ആ റിസർച്ച് വർക്കുകൾ തമ്മിലുള്ള സിമിലാരിറ്റീസ്, ആ റിസർച്ച് വർക്കുകൾ തമ്മിലുള്ള ഡിഫറൻസസ്, അതെങ്ങനെയാണ് നമ്മുടെ പർട്ടിക്കുലർ റിസർച്ച് ഏരിയയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ള ഐഡിയാസ് നമ്മൾ ലിറ്ററേച്ചർ റിവ്യൂവിൽ പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. പിന്നെ എന്താ നമുക്ക് സംഭവിക്കുന്നത് ഇതിങ്ങനെ ചെയ്യുന്നത് വഴി? വി ക്യാൻ ഡിറൈവ് കൺക്ലൂഷൻസ് ടു ദ ആർഗ്യുമെന്റ്സ് ഓർ വ്യൂ പോയിന്റ്സ്. സോ ഇങ്ങനെയൊക്കെ ചെയ്യുക വഴി ഒരു റിസർച്ച് സ്കോളറിന് അദ്ദേഹത്തിന്റെ ആർഗ്യുമെന്റ്സിലോട്ടോ കൺക്ലൂഷനിലോട്ടോ എത്തിച്ചേരുവാൻ നമുക്ക് ഈ സ്റ്റെപ്സുകൾ സ്വീകരിക്കുക വഴി ലിറ്ററേച്ചർ റിവ്യൂ സഹായകമാകുന്നു. So next you can see a diagram. So this diagram will explain how important is a literature review can be. So എന്താണ്? ആദ്യമായിട്ട് ഇറ്റ് പ്രൊവൈഡ്സ് ദ ഇന്റർപ്രിട്ടേഷൻ ഓഫ് എക്സിസ്റ്റിംഗ് ലിറ്ററേച്ചർ. ഒരു ലിറ്ററേച്ചർ റിവ്യൂ എക്സിസ്റ്റിംഗ് ആയിട്ട് ഒരു ലിറ്ററേച്ചറിനെ കുറിച്ചുള്ള ഒരു വിവിധ തരത്തിലുള്ള ഇന്റർപ്രിട്ടേഷൻസ് നൽകുവാൻ നമുക്ക് ലിറ്ററേച്ചർ റിവ്യൂയിലൂടെ സാധിക്കും. ഇറ്റ് ഹെൽപ്സ് ഇൻ കാൽക്കുലേറ്റിംഗ് ദി ഇമ്പാക്ട് ഓഫ് ദ ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ. സോ ഒരു ലേറ്റസ്റ്റ് അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ്, അതിന്റെ ഇമ്പാക്ട് എത്രത്തോളം ഉണ്ട് എന്നത് നമുക്ക് ലിറ്ററേച്ചർ റിവ്യൂ ചെയ്യുന്നത് വഴി മനസ്സിലാക്കുവാൻ സാധിക്കും. ബ്രിങ്സ് ഔട്ട് ദ ഡയലക്ട്സ് ഓഫ് കോൺട്രഡിക്ഷൻസ് ബിറ്റ്വീൻ വേരിയസ് തോട്ട്സ്. നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞതുപോലെ ഒരു പർട്ടിക്കുലർ റിസർച്ച് ഏരിയയിൽ ഫോർമുലേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഐഡിയാസിന്റെ കോൺട്രഡിക്ഷൻസ്, തർക്കങ്ങളും പിന്നെ വൈരുദ്ധ്യങ്ങളും സിമിലാരിറ്റീസും ഒക്കെ പുറത്തു കൊണ്ടുവരുന്നത് നമുക്ക് ലിറ്ററേച്ചർ റിവ്യൂ സഹായകമാകുന്നു. റിസർച്ച് ഗ്യാപ്സ് സ്ക്രൂട്ടനൈസ്ഡ് ഇനിഷ്യലി ആർ ഫർദർ എക്സ്പ്ലോർഡ്. നമുക്ക് അൺഐഡന്റിഫൈഡ് ആയിട്ടുള്ള റിസർച്ച് ഗ്യാപ്സ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കും. ഇൻഡിക്കേറ്റ്സ് ദ കറന്റ് റിസർച്ച് പ്ലേസ് ഇൻ ദ സ്കീമ ഓഫ് എ പർട്ടിക്കുലർ ഫീൽഡ്. ഒരു പർട്ടിക്കുലർ ഫീൽഡിൽ അതിന്റെ രൂപരേഖയിൽ നമ്മുടെ പർട്ടിക്കുലർ റിസർച്ച് എവിടെ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ചുള്ള ഒരു ബോധ്യം നമുക്ക് ലിറ്ററേച്ചർ റിവ്യൂ ചെയ്യുന്നത് വഴി സാധ്യമാകുന്നു. ഇറ്റ് പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ ഫോർ റിലവൻസി ആൻഡ് കൊഹിറൻസി. നമ്മൾ ചെയ്യുന്ന ടോപ്പിക്കിന്റെ ഒരു റിലവൻസും അതിന്റെ ഒരു യോജിപ്പും അതിന്റെ ഒരു ഇമ്പോർട്ടൻസിന്റെ ഒരു യോജിപ്പും ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ എങ്ങനെയാണ് സഹായകമാകുക എന്നുള്ളത് നമുക്ക് ലിറ്ററേച്ചർ റിവ്യൂ ചെയ്യുന്നത് വഴി മനസ്സിലാവുന്നു. സോ അടുത്ത ഡയഗ്രാം നിങ്ങൾക്ക് അതിന്റെ ഒരു സ്ട്രക്ചർ നമുക്ക് ലിറ്ററേച്ചർ റിവ്യൂവിന്റെ സ്ട്രക്ചർ നമുക്ക് മനസ്സിലാക്കുവാൻ സഹായിക്കുന്നു. അതെങ്ങനെയാണ്? ഇത് മുകളിൽ നിന്ന് താഴോട്ട് വരികയാണ്. ഇറ്റ്സ് ലൈക്ക് എ വൈഡനിങ് ജയർ. നമ്മൾ ഒരു ചുഴിയിലേക്ക് ഇങ്ങനെ ചുറ്റി പോകുന്നത് പോലെ നമ്മൾ ആദ്യം അതിന്റെ ഒരു പ്രിം അറ്റത്തു നിന്ന് തുടങ്ങി നമ്മുടെ പോയിന്റിൽ, നമ്മുടെ കോർ ഐഡിയ, നമ്മുടെ കീ പോയിന്റിലോട്ട് എത്തിച്ചേരുകയാണ് ഈ ഡയഗ്രാം കാണിക്കുന്നത്. സോ ഡിസ്റ്റന്റ്ലി റിലേറ്റഡ് ടു യുവർ വർക്ക് ആദ്യമായിട്ട്, അത് കഴിഞ്ഞിട്ട് ബാക്ക്ഗ്രൗണ്ട്, more to do with your topic area than your research question, closer to what you are doing but not matched directly. നിങ്ങൾ ചെയ്യുന്നതുമായിട്ട് അടുത്തടുത്ത് വരുന്നത്, എന്നാൽ അത് അത്രത്തോളം അടുത്തെത്തിയിട്ടുമില്ല. അത് കഴിഞ്ഞ് എന്താ സംഭവിക്കും? നാരോ കാറ്റഗറീസ് യു മേ ഡീൽ വിത്ത് സോഴ്സസ് ഇൻ മോർ ഡീറ്റെയിൽ. അത് കഴിയുമ്പോൾ നമ്മളത് നാരോ ഡൗൺ ചെയ്യുകയാണ്. നമുക്ക് ആവശ്യമുള്ളതായിട്ട് നമ്മൾ ശേഖരിക്കുകയും ബാക്കിയുള്ളത് നമ്മൾ തള്ളിക്കളയുകയും ചെയ്യുകയാണ്. റിസർച്ച് ദാറ്റ് ഈസ് പർട്ടിക്കുലർലി പെർട്ടിനന്റ് ടു യുവർ വർക്ക്. അങ്ങനെ ചെയ്യുക വഴി നമുക്ക് നമ്മുടെ റിസർച്ചുമായിട്ട് ഏറ്റവും ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ എത്തിച്ചേരുന്നു. കാറ്റഗറീസ് ക്ലോസ് ടു യുവർ റിസർച്ച് ആൻഡ് യു മേ ഫൈൻഡ് യു ആർ ലുക്കിംഗ് അറ്റ് എ ഫ്യൂ കീ പേപ്പേഴ്സ് ഇൻ ഡീറ്റെയിൽ. അറ്റ് ലാസ്റ്റ് നമ്മുടെ പർട്ടിക്കുലർ ഏരിയ ഓഫ് റിസർച്ച്, നമ്മുടെ ആർഗ്യുമെന്റ്സ്, നമ്മുടെ ഹൈപ്പോത്തീസിസ് ഇതുമായിട്ടൊക്കെ ഒത്തുചേർന്ന് അനലൈസ് പറ്റുന്ന രീതിയിലുള്ള മെറ്റീരിയൽസിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു. സോ ഇങ്ങനെയാണ് ഒരു ലിറ്ററേച്ചർ റിവ്യൂ സാധ്യമാകുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഏതൊക്കെ തരത്തിലുള്ള ലിറ്ററേച്ചർ റിവ്യൂസ് ഉണ്ടെന്ന് നോക്കാം. ദ ടൈപ്സ് ഓഫ് ലിറ്ററേച്ചർ റിവ്യൂസ്. സോ ഹിയർ യു ക്യാൻ സീ ആർഗ്യുമെന്റേറ്റീവ് റിവ്യൂ, ഇന്റഗ്രേറ്റീവ് റിവ്യൂ, ഹിസ്റ്റോറിക്കൽ റിവ്യൂ, മെത്തഡോളജിക്കൽ റിവ്യൂ, സിസ്റ്റമാറ്റിക് റിവ്യൂ, തിയററ്റിക്കൽ റിവ്യൂ. These are some of the types of literature reviews.
Here you can very well understand that these words echoing the sense, right? Argumentative review. നമുക്ക് ഒരു ആർഗ്യുമെന്റേറ്റീവ് ഒരു തർക്കത്തിലൂടെ നമ്മൾ ഒരു ഐഡിയയിലോട്ട് എത്തിച്ചേരുകയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇത് ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ലിറ്ററേച്ചറിനെ നമ്മൾ ഓൾട്ടർനേറ്റീവ് ഐഡിയ നമ്മുടെ തിയറീസും മെറ്റീരിയൽസ് യൂസ് ചെയ്ത് അതിൻ്റെ തന്നെ ഒരു ഓൾട്ടർനേറ്റീവ് മറ്റൊരു തരത്തിലുള്ള ഒരു വീക്ഷണത്തിൽ നമ്മൾ എത്തിച്ചേരുകയാണ് ആർഗ്യുമെന്റേറ്റീവ് റിവ്യൂയിലൂടെ. അപ്പോൾ ഇന്റഗ്രേറ്റീവ് റിവ്യൂവിലോ ഇറ്റ് ഈസ് ഡെവലപ്പ് ന്യൂ പെർസ്പെക്റ്റീവ്സ് ആൻഡ് ഫ്രെയിംവർക്സ്. നമ്മൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിന്റെ പുതിയ തരത്തിലുള്ള വീക്ഷണങ്ങൾ, അതിന്റെ ചട്ടക്കൂടുകൾ നമ്മൾ ഇന്റഗ്രേറ്റീവ് റിവ്യൂയിലൂടെ നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്നു. ആർഗ്യുമെന്റേറ്റീവ് റിവ്യൂവും ഇന്റഗ്രേറ്റീവ് റിവ്യൂവും ഏകദേശം ഒരേപോലെയൊക്കെ തന്നെയാണ് മൂവ് ചെയ്യുന്നത്, സംഭവിക്കുന്നത്. അത് കഴിയുമ്പോൾ ഹിസ്റ്റോറിക്കൽ റിവ്യൂ വരുന്നു. ഹിസ്റ്റോറിക്കൽ റിവ്യൂവിൽ എന്താ സംഭവിക്കുന്നത്? ഇറ്റ് ഈസ് ടു ട്രാക്ക് ദ എവല്യൂഷൻ. ഒരു 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 ഐഡിയ അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റ്, ഒരു തിയറി, അതിൻ്റെയൊക്കെയുള്ള ഒരു എവല്യൂഷൻ നമുക്ക് ട്രേസ് ചെയ്യാൻ ഹിസ്റ്റോറിക്കൽ റിവ്യൂ വഴി സാധിക്കുന്നു. ഫോർ എക്സാമ്പിൾ, ദ എവല്യൂഷൻ ഓഫ് ഫെമിനിസം ഇൻ ദ വേൾഡ്, ഓർ ഫെമിനിസം ഇൻ ഇന്ത്യ, ഫെമിനിസം ഇൻ കേരള. അങ്ങനെ നമുക്ക് ഇതിൻ്റെയൊക്കെ എവല്യൂഷൻ, എങ്ങനെയാണ് ഇത് തുടങ്ങിയത്, പിന്നെ അവിടെ നിന്ന് വന്നിട്ടുള്ള പ്രയാണങ്ങളും, അത് നമുക്ക് ഹിസ്റ്റോറിക്കൽ റിവ്യൂ ചെയ്യുന്നത് വഴി മനസ്സിലാക്കാൻ സാധിക്കുന്നു. അടുത്തതായി മെത്തഡോളജിക്കൽ റിവ്യൂ. ഇതിലൂടെ എന്താണ് സംഭവിക്കുന്നത്? ഇറ്റ് ഇവാലുവേറ്റ്സ് മെത്തേഡ്സ്. നമ്മുടെ റിസർച്ചിന് യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. അതിൻ്റെ ഡേറ്റ കളക്ഷൻ, ഇന്റർവ്യൂസ് മുതലായവ എങ്ങനെയാണ് ഒരു റിസർച്ചിന്, ഒരു ലിറ്ററേച്ചർ റിവ്യൂവിൽ സഹായകമാകുന്നത്, അതിനെക്കുറിച്ചുള്ള ഒരു അനാലിസിസ് നടത്തുവാൻ, ടു ഇവാലുവേറ്റ് മെത്തേഡ്സ് യൂസ്ഡ് ഫോർ എ റിസർച്ച് ലിറ്ററേച്ചർ റിവ്യൂ or a research purpose can be analyzed through methodological review. Then next comes a systematic review. ഇവിടെ എന്താ സംഭവിക്കുന്നത്? കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്സ് ആണ്. ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്യപ്പെടുന്നത് മെഡിക്കൽ ഫീൽഡ്, അതുപോലുള്ള ഏരിയ, ഹെൽത്ത് കെയർ, അതുപോലുള്ള ഏരിയാസിലാണ്. ഇതൊരു ഒരു പർട്ടിക്കുലർ കേസസിന്റെ ഇപ്പോൾ ഒരു എക്സ്പെരിമെന്റ് നടത്തുക, അതിനെ കാലാകാലങ്ങളായിട്ട് ചെയ്തു വരുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ കണ്ടുപിടുത്തങ്ങൾ, അത് നമ്മൾ റിവ്യൂ ചെയ്യുകയാണ്. സിസ്റ്റമാറ്റിക് ആയിട്ട് റിവ്യൂ ചെയ്തു വരുന്ന ഒരു കാര്യമാണ്. സോ കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്സ് ആണ് സിസ്റ്റമാറ്റിക് റിവ്യൂവിൽ സംഭവിക്കുന്നത്. നെക്സ്റ്റ് കംസ് തിയറിറ്റിക്കൽ റിവ്യൂ. ടു ഡെമോൺസ്ട്രേറ്റ് ദ ഇൻസഫിഷ്യൻസി ഓഫ് കറന്റ് തിയറീസ്. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള തിയറീസ് കൊണ്ട് നമുക്ക് ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റ് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാതെ വരുമ്പോഴത്തേക്കും നമ്മൾ തിയറിറ്റിക്കൽ റിവ്യൂ ചെയ്യുക വഴി പല തിയറികൾ, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പല തിയറികൾ അനലൈസ് ചെയ്യുക വഴി നമുക്കത് കണ്ടുപിടിക്കാൻ സാധിക്കുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമുക്കിപ്പം ട്രാൻസ്ജെൻഡർ കേസസ് എടുക്കാം. റീസെന്റ് ഒരു ഗവൺമെന്റ് നോട്ടിഫിക്കേഷൻ ഇറങ്ങി, ട്രാൻസ്ജെൻഡർ വ്യക്തികളെ എങ്ങനെ സംബോധന ചെയ്യാം. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇപ്പം എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ അതിനെ ഒരു പദമോ ഒരു എക്സ്പ്ലനേഷനും ഇല്ല. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നതിനായിട്ട് നമുക്കൊരു തിയറിറ്റിക്കൽ റിവ്യൂയിലൂടെ, നമുക്ക് ഒരു സമഗ്രമായ ഒരു തിയറിറ്റിക്കൽ റിവ്യൂയിലൂടെ ഒരു പക്ഷേ അത് പ്രാവർത്തികമായേക്കാം. സോ ലിറ്ററേച്ചർ റിവ്യൂവിനെ കുറിച്ചും ടൈപ്സ് ഓഫ് ലിറ്ററേച്ചർ റിവ്യൂസിനെ കുറിച്ച് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. അടുത്തതായിട്ട് നമുക്ക് പ്രൈമറി ആൻഡ് സെക്കൻഡറി സോഴ്സസ് എന്തൊക്കെയാണ് എന്ന്, അല്ലെങ്കിൽ എന്താണ് എന്നത് മനസ്സിലാക്കാം. സോ ഓൾ സോഴ്സസ് കൺസിഡേർഡ് ഒറിജിനൽ. എന്താണ് ഒറിജിനൽ ആയിട്ടുള്ള സോഴ്സസ്? മെറ്റീരിയൽസിനെ നമ്മൾ പ്രൈമറി സോഴ്സസ് എന്ന് പറയുന്നു. ഇപ്പൊ നമ്മൾ ഒരു ടെക്സ്റ്റ് എന്നുള്ള ഒരു പദം യൂസ് ചെയ്യുന്നത്. ടെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ക്യാൻ ബി നമുക്കൊരു നോവൽ ആവാം, പോയട്രി ആകാം, ഡോക്യുമെന്ററീസ് ആകാം, ഫിലിംസ് ആകാം, അങ്ങനെ പല പല കാര്യങ്ങളാകാം. ഇതിനെയൊക്കെ നമ്മൾ ടെക്സ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നു. അങ്ങനെ ഉള്ള ഒരു ടെക്സ്റ്റ്, പ്രൈമറി ടെക്സ്റ്റ്, ഒറിജിനൽ സോഴ്സ്, അതിനെയാണ് പ്രൈമറി റിസോഴ്സ് എന്ന് പറയുന്നത് റിസർച്ചില്. സോ അതിന്റെ ഒരു പർപ്പസ് എന്താണ്? ടു പ്രൊവൈഡ് ഡയറക്റ്റ് എവിഡൻസ് അബൌട്ട് ഇൻഡിവിജ്വൽസ്, ഇവന്റ്സ് ഓർ ഫിനോമിന. സോ എന്താണ് നമുക്കൊരു പ്രൈമറി ടെക്സ്റ്റിൽ നിന്ന് കിട്ടുന്നത്? നമ്മുടെ പ്രൈമറി ഓർ കീ ടോപ്പിക്, നമ്മുടെ കീ മെറ്റീരിയലാണ് നമ്മൾ ഈ പ്രൈമറി മെറ്റീരിയൽ എന്ന് പറയുന്നത്. അതിൽ നിന്ന് നമുക്ക് മാക്സിമം ഒരു ഡയറക്റ്റ് എവിഡൻസ് ആണ് കിട്ടുന്നത്. ആ പർട്ടിക്കുലർ സംഭവത്തിനെ കുറിച്ചോ, പർട്ടിക്കുലർ വ്യക്തിയെ കുറിച്ചോ, പർട്ടിക്കുലർ ഫിനോമിനെ കുറിച്ചുള്ള ഒരു ഡയറക്റ്റ്, ഇറ്റ് കുഡ് ബി ഈവൻ സയന്റിഫിക് എക്സ്പെരിമെന്റ്,
അതിനെക്കുറിച്ചുള്ള ഒരു ഡയറക്റ്റ് ഒരു ഐഡിയ, ഡയറക്റ്റ് എവിഡൻസ് ആണ് നമുക്ക് പ്രൈമറി മെറ്റീരിയലിൽ നിന്ന് ലഭ്യമാകുന്നത്. So these are the characteristics of primary material. You can see the diagram here. ഇവിടെ നമുക്ക് പ്രൈമറി സോഴ്സസിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. സോ എന്തൊക്കെയാണ്? It provides authentic data. It specific to researchers' needs. Contain more sources, more reliable and accurate. Availability is simple. Researchers put more involvement. Real-time data. ഡയറക്റ്റ് ഫ്രം മെയിൻ സോഴ്സസ്. നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞ പോലെ ഡയറക്റ്റ് ആയിരിക്കും, യാഥാസ്ഥിതികമായിട്ടുള്ള ഡേറ്റ ആയിരിക്കും, ഒരു പർട്ടിക്കുലർ റിസർച്ചറിന്റെ ആ റിസർച്ച് ഏരിയയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആയിരിക്കും. കണ്ടെയ്ൻ മോർ സോഴ്സസ്. നമ്മൾ പ്രൈമറി മെറ്റീരിയൽസിനെ ആയിരിക്കും ഒരു റിസർച്ചിൽ ഏറ്റവും കൂടുതൽ എക്സ്പെരിമെന്റ് ചെയ്യുക, അല്ലെങ്കിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ എക്സ്കവേറ്റ് ചെയ്യുക മുതലായ നമ്മൾ കൂടുതൽ അനലൈസ് ചെയ്യപ്പെടുന്നത് പ്രൈമറി സോഴ്സസ് ആയിരിക്കും. മോർ റിലയബിൾ ആൻഡ് അക്യുറേറ്റ് ആയിരിക്കും. അവൈലബിലിറ്റി സിമ്പിൾ ആയിരിക്കണം. റിസർച്ചേഴ്സ് പുട്ട് മോർ ഇൻവോൾവ്മെന്റ്. റിയൽ ടൈം ഡേറ്റ. ഇതൊക്കെയാണ് ഒരു പ്രൈമറി സോഴ്സസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്. അടുത്തതായിട്ട് നമുക്ക് സെക്കൻഡറി സോഴ്സസ്. ഒരു റിസർച്ച് പ്രോസസ്സിൽ സെക്കൻഡറി സോഴ്സസ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. പേര് കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഇറ്റ് ഓഫേഴ്സ് സെക്കൻഡ് ഹാൻഡ് ഇൻഫർമേഷൻ. ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനെ പറ്റിയിട്ടുള്ള സെക്കൻഡ് ഹാൻഡ് ഇൻഫർമേഷൻ ആണ് സെക്കൻഡറി സോഴ്സസിലൂടെ ലഭ്യമാകുന്നത്. സോ അതിന്റെ പർപ്പസ് എന്തൊക്കെയാണ്? ഇറ്റ് ഈസ് ടു പ്രൊവൈഡ് റിവ്യൂ, അനാലിസിസ് ഓർ സമ്മറി ഓഫ് ഇൻഫർമേഷൻ ഒറിജിനലി ഫൗണ്ട് ഇൻ എ പ്രൈമറി സോഴ്സ് ഓർ അനദർ സെക്കൻഡറി സോഴ്സ്. എന്താണ്? ഒരു ഒറിജിനൽ സോഴ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റൊരു സെക്കൻഡറി സോഴ്സിനെ കുറിച്ചുള്ള റിവ്യൂസോ അനാലിസിസോ അല്ലെങ്കിൽ സമ്മറി ഓഫ് ഇൻഫർമേഷൻ ഇതൊക്കെ മുതലായവ നൽകുക എന്നതാണ് സെക്കൻഡറി സോഴ്സസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് അടുത്ത ഒരു ചാർട്ട് ഉണ്ട്. ഇതിൽ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാം പ്രൈമറി സോഴ്സ് എന്താണെന്നും സെക്കൻഡറി സോഴ്സ് എന്താണെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ആദ്യത്തേത് നോക്കിക്കേ. ആദ്യത്തേത് ആർട്ട് ഫാക്കൽറ്റിയിൽ വരുന്നതാണ്. പ്രൈമറി സോഴ്സ് എന്ന് പറയുന്നത് ഒറിജിനൽ ആർട്ട് വർക്കാണ്. ഇറ്റ് ക്യാൻ ബി എ പെയിന്റിങ്, ഇറ്റ് ക്യാൻ ബി എ സ്കൾപ്ചർ, ഇറ്റ് ക്യാൻ ബി ഒരു ലിറ്റററി ഒരു നോവൽ, ഫിക്ഷൻ. അത് അടുത്ത ലിറ്ററേച്ചറിൽ വരുന്നെങ്കിലും ഒരു ആർട്ട് എന്നുള്ള ഫാക്കൽറ്റിയിൽ വരുമ്പോഴത്തേക്കും ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും പ്രൈമറി സോഴ്സസ് ആയിട്ട് ആർട്ട് ഫാക്കൽറ്റിയിൽ എടുക്കപ്പെടുന്നത്. അതിന്റെ സെക്കൻഡറി സോഴ്സ് എന്തായിരിക്കും? ആർട്ടിക്കിൾസ് ക്രിട്ടീക്കിംഗ് ദി ആർട്ട്. ഒരു ആ പർട്ടിക്കുലർ ആർട്ടിനെ ക്രിട്ടീക്ക് ചെയ്യുന്ന തരത്തിലുള്ള മെറ്റീരിയൽസ് ആയിരിക്കും സെക്കൻഡറി സോഴ്സസ് ആയിട്ട് ഇവിടെ ഉപയോഗിക്കപ്പെടുന്നത്. തിയറീസ് ഇൻ ആർട്ട് വർക്ക്, മൾട്ടിപ്പിൾ റെപ്രസെന്റേഷൻസ് ഓഫ് ദ ആർട്ട് വർക്ക്. ആ ഒരു പർട്ടിക്കുലർ ആർട്ടിന്റെ തന്നെ മൾട്ടിപ്പിൾ റെപ്രസെന്റേഷൻസ് എങ്ങനെയായിരിക്കും എന്നൊക്കെയുള്ളതാണ് സെക്കൻഡറി സോഴ്സസിൽ നമുക്ക് ഇവിടെ അവൈലബിൾ ആക്കേണ്ടത്. അടുത്ത ലിറ്ററേച്ചറിലോട്ട് വരുമ്പോഴോ പോയംസ്, നോവൽസ്, ഷോർട്ട് സ്റ്റോറീസ്, ഡോക്യുമെന്ററീസ്, ഷോർട്ട് ഫിലിംസ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പ്രൈമറി സോഴ്സസ് ആയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇവിടെ സെക്കൻഡറി സോഴ്സസ് എന്താവും? ആർട്ടിക്കിൾസ് ക്രിട്ടീക്കിംഗ് ദി വർക്ക്, ഇറ്റ്സ് അഡാപ്റ്റേഷൻസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇറ്റ്സ് റെപ്രസെന്റേഷൻസ്, തിയറീസ് ബേസ്ഡ് ഓൺ റിസർച്ച് ക്വസ്റ്റ്യൻസ്. ഇതിലും നമുക്ക് അതിനെക്കുറിച്ചുള്ള ആർട്ടിക്കിൾസ് ക്രിട്ടീക്കിംഗ് ദ പർട്ടിക്കുലർ സെലക്ടഡ് വർക്ക് ഫോർ ദ പ്രൈമറി സോഴ്സ്. പിന്നെ എന്താണ് അതിന്റെ അഡാപ്റ്റേഷൻസ്? ഇപ്പോൾ ഒരു ഷോർട്ട് ഫിലിം, ഒരു ഷോർട്ട് സ്റ്റോറിയോ ഒരു നോവലോ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഒരു പലതരത്തിലുള്ള അഡാപ്റ്റേഷൻസ്, റൈറ്റ്? ഗ്ലാസ് മെനാജറി ഡ്രാമ, അതിന്റെ അഡാപ്റ്റേഷനായ അകലെ മൂവി, സ്റ്റാർസ് പൃഥ്വിരാജ് ആൻഡ് ഗോപിക. സോ ഇങ്ങനെയൊക്കെയുള്ള അതാണ് സെക്കൻഡറി സോഴ്സസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് കംസ് നാച്ചുറൽ സയൻസ്, which includes physics, chemistry, biology. So ഇവിടെ details of an original experiment can be used as a primary source. ഒരു ഒറിജിനൽ എക്സ്പെരിമെന്റ് നമുക്ക് ഇവിടെ പ്രൈമറി സോഴ്സ് ആയിട്ട് യൂസ് ചെയ്യാം. ഇവിടെ സെക്കൻഡറി സോഴ്സസ് എന്തൊക്കെ വരും? ജേർണൽ ആർട്ടിക്കിൾസ് റിലേറ്റിംഗ് ദി വർക്ക്, റിവ്യൂ ഓഫ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്റ്റഡീസ് ഓൺ ദ സെയിം ടോപ്പിക്. ഇതൊക്കെ നമുക്ക് സെക്കൻഡറി സോഴ്സ് ആയിട്ട് ഉപയോഗിക്കും. എക്കണോമിക്സിലോട്ട് വരുമ്പോഴോ ഗവൺമെന്റ് എക്കണോമിക് റിപ്പോർട്ട്സ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, ഇക്കണോമിക് സെൻസസ് ഡേറ്റ, all these can be used as a primary source. ഇവിടെ സെക്കൻഡറി സോഴ്സസ് എന്ത് വരും? എക്കണോമിക്സ് ജേർണൽസ്, ബുക്സ്, കമന്ററീസ്, ഡേറ്റാബേസസ്,
all these sources which critiques or which analyzes the primary sources we have mentioned earlier, right? Next comes sociology. So sociology primary sources എന്തൊക്കെ വരാം? ethnographic studies, social surveys, case studies. ഇവിടെ secondary sources sociological journals, books, meta-analysis, systematic reviews and analysis of existing sociological research. Then comes commerce, sales records, trade data. ഇതൊക്കെ primary sources വരാം. ഇപ്പോൾ secondary sources market research reports, business newspapers and magazines, business databases. So ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സബ്ജക്റ്റ് എടുക്കുമ്പോഴത്തേക്കും അതിന്റെ ഒരു റിസർച്ചിനായിട്ട് ഒരു സബ്ജക്ട് തിരഞ്ഞെടുക്കുമ്പോഴത്തേക്കും അതിന്റെ പ്രൈമറി സോഴ്സസ് എന്തൊക്കെ വരാം, അതിന്റെ സെക്കൻഡറി സോഴ്സസ് എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് കരുതുന്നു. അടുത്തതായി നമ്മൾ ഒരു ഡിഫറെന്റ് ടോപ്പിക്കിലോട്ട് വരികയാണ്. കൺവേർജൻസ് ആൻഡ് ഡൈവേർജൻസ് ഇൻ റിസർച്ച്. സോ കൺവേർജൻസ് എന്താണ് ഉദ്ദേശിക്കുന്നത്? കൺവേർജൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു കൂട്ടിമുട്ടുക. ഇറ്റ്സ് എ കമ്പൈനിങ് ഓഫ് മൾട്ടിപ്പിൾ പെർസ്പെക്റ്റീവ്സ്. പലതരത്തിലുള്ള വീക്ഷണങ്ങളുടെ ഒരു കൂടിച്ചേരലുകളാണ് കൺവേർജൻസ്. ഇതുകൊണ്ട് എന്താണ്, നമുക്ക് ഒരു പർട്ടിക്കുലർ തിയറിയോ പർട്ടിക്കുലർ ഐഡിയ യൂസ് ചെയ്ത് അനലൈസ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഒരു 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 മൾട്ടിപ്പിൾ അല്ലെങ്കിൽ ഒരു ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ തിയറികളോ ഐഡിയോസോ യൂസ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് കൺവേർജൻസ് എന്ന് റിസർച്ചിൽ പറയുന്നത്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഹിയർ വി ഇന്റഗ്രേറ്റ് different types of disciplines to analyze a particular subject or particular data. For example, നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇങ്ങനെ ഒരു കൺവേർജൻസ് റിസർച്ച് സംഭവിക്കുന്നത് ബയോടെക്നോളജി, ബയോ ഇൻഫോർമാറ്റിക്സ്, ഇതിലൊക്കെ എന്താ സംഭവിക്കുന്നത്? ബയോളജിയും ടെക്നോളജിയും യൂസ് ചെയ്ത് നമ്മൾ പർട്ടിക്കുലർ ഡേറ്റ അല്ലെങ്കിൽ പർട്ടിക്കുലർ തിങ്, പർട്ടിക്കുലർ സബ്ജക്റ്റ് നമുക്ക് അത് ഫർദർ അതിൻ്റെ സ്റ്റഡീസ് നടത്താനും അതിൻ്റെ ഫർദർ റിസർച്ച് ആസ്പെക്ട്സ് നമുക്ക് മനസ്സിലാക്കുവാനും നമുക്ക് സാധിക്കും. സോ ഇതാണ് കൺവേർജൻസ് ഓഫ് റിസർച്ച് എന്നുള്ളൊരു ഐഡിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതായി ഡൈവേർജൻസ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ നമ്മുടെ തോട്ട്സ് അല്ലെങ്കിൽ ഐഡിയാസ് അല്ലെങ്കിൽ തിയറീസ് ഡൈവേർജ് ചെയ്തു പോവുകയാണ്. ഒരു പർട്ടിക്കുലർ മെറ്റീരിയൽ അല്ലെങ്കിൽ പർട്ടിക്കുലർ ടോപ്പിക് ഡിഫൈൻ ചെയ്യുന്നതായിട്ട് ഇത് പുതിയ പുതിയ മേഖലകളിലോട്ട് തിരിഞ്ഞു പോവുകയാണ്. സോ ഇറ്റ് ഈസ് ദ അൺഫോൾഡിങ് ഓഫ് എ കൺസെപ്റ്റ് ഇൻ ടു എവർ ഫൈനർ ഡയമെൻഷൻസ്. എങ്ങനെയാണ് നമ്മൾ കൂടുതൽ കൂടുതൽ നൂതനമായി കൂടുതൽ കൂടുതൽ സൂക്ഷ്മമായി ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റ് അല്ലെങ്കിൽ പർട്ടിക്കുലർ ഐഡിയ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ മെറ്റീരിയൽ നമ്മൾ അനലൈസ് ചെയ്യുവാൻ, അതിനെ റിസർച്ച് ചെയ്യുവാനായിട്ട് നമ്മൾ ഇത് ഡൈവേഴ്സ് ചെയ്ത് പോവുകയാണ്. സോ ഡൈവേർജൻസ് ലീഡ്സ് ടു ഡൈവേഴ്സിറ്റി. സോ ഇവിടെ നമുക്ക് ഒരു എക്സാമ്പിൾ പറയാനായിട്ടാണെങ്കിൽ ജെൻഡർ സ്റ്റഡീസ് തന്നെ എടുക്കാം, വിച്ച് ഇൻക്ലൂഡ്സ് മാസ്കുലിൻ, ഫെമിനിൻ ആൻഡ് ന്യൂമറസ് അതർ ജെൻഡേഴ്സ്, റൈറ്റ്? സോ earlier there were gender studies and feminisms were there, but later on കുറെ കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കാണ് മാസ്കുലിനിറ്റി സ്റ്റഡീസ് ഡെവലപ്പ് ആയി വരുന്നത്. അത് ഒരു പർട്ടിക്കുലർ ഐഡിയ ഡിഫൈൻ ചെയ്യുന്നതിനായിട്ട് കൂടുതൽ സഹായകമാവുന്നു. സോ ഇങ്ങനെ ചെയ്യുക വഴി നമ്മൾ ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിനെ കൂടുതൽ മനസ്സിലാക്കുവാനും അതിൻ്റെ പല മേഖലകളിലോട്ട് വീണ്ടും തിരിഞ്ഞു പോകുന്നതിനായിട്ട് ഡൈവർജൻസ് സഹായകമാവുന്നു. സോ ഇറ്റ് ഈസ് അൺഫോൾഡിങ് ഓഫ് എ പർട്ടിക്കുലർ കൺസെപ്റ്റ് ഇൻ ടു ever finer dimensions, right? So ഇത്രയും പറഞ്ഞുകൊണ്ട് ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ I hope this session will be helpful for future research endeavors. So with this I am concluding this session. This is Dr. Arvind Deschi signing off until we meet again. Thank you.